പാർലമെന്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. സംഭവ ബഹുലമായ സമരമുഖമായ പാർലമെന്റ് സമ്മേളനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നിരവധി വിഷയങ്ങൾ, വഖഫ്, അദാനി, മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അദാനി വിഷയത്തെ ഒരു പ്രധാന വിഷയമായി അവതരിപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി വിളിച്ചു ചേർത്ത ഓൾ പാർട്ടി മീറ്റിംഗിൽ അദാനി ഇഷ്യൂ ആണ് പ്രധാനമായും ഉന്നയിച്ചത്. പ്രതിപക്ഷത്ത്, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും പാർലമെന്റിനകത്ത് ചർച്ച ഈ വിഷയത്തിൽ അദാനിയും അദാനിയുടെ നെഫ്യൂവും നടത്തിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റ് ചർച്ച ചെയ്യണം. അമേരിക്കൻ സെക്യൂരിറ്റി ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഈ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അന്താരാഷ്ട്ര വിഷയം എന്ന നിലയിൽ ഇത് പാർലമെന്റ് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ. സ്വാഭാവികമായിട്ടും കേന്ദ്രം ചർച്ച ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെയെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങും. ഇന്ന് രാവിലെ 10 മണിക്ക് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യ അലയൻസ് പാർട്ട്നേഴ്സിൻ്റെ പാർട്ടികളുടെ മീറ്റിംഗ് ചേരുകയാണ്. ആ യോഗത്തിൽ എന്തൊക്കെയാണ് സ്ട്രാറ്റജി, ലോക്സഭയും രാജ്യസഭയിലും അദാനിയുടെ നെഫ്യൂവിൻ്റെയും വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന അതിഗുരുതരമായ ആരോപണങ്ങളെ സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണം, ഏതൊക്കെ തരത്തിൽ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ പ്രതിഷേധം ലോക്സഭയ്ക്കകത്തും പുറത്തും നടത്തണം എന്നതിനെ സംബന്ധിച്ച് രാവിലെ 10 മണിക്ക് രാജ്യസഭയിലെ കടുത്ത നിലപാടിലേക്കാണ് പോകുന്നത് കോൺഗ്രസ്. തീർച്ചയായും അദാനിയുടെ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് വന്നിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധി പല ഘട്ടങ്ങളിലായി അദാനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ശരിയാണെന്ന് വന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഉറ്റ തോഴനായ അദാനി ആണ് ഇപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് ഏറ്റവും വലിയ അഴിമതി നടത്തിയതായിട്ട് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയതായിട്ട് വന്നിരിക്കുന്നത്. മറ്റെന്തൊക്കെ വിഷയങ്ങളാണ്? മണിപ്പൂരുണ്ട്, വഖഫ് ബില്ലടക്കമുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ്? മണിപ്പൂർ വിഷയവും വളരെ പ്രധാനപ്പെട്ടതാണ്. 1.5 വർഷമായിട്ട് മണിപ്പൂരിലുണ്ടായ എത്നിക് വയലൻസ് പരിഹരിക്കുവാനോ ഇരു കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിരപരാധികൾ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീടുകളും അതുപോലെ ആരാധനാലയങ്ങളും എല്ലാം കത്തിക്കുന്നു. അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് നോക്കുകുത്തിയായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ആ സംസ്ഥാന ഗവൺമെൻറ് ബീരൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണമെന്ന് എത്രയോ കാലമായി പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. ആദ്യം ഒരു വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്ന BJP ഗവൺമെൻറ് ബീരൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള നടപടിയിലേക്ക് പോകണം. അതൊരിക്കലും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. അവിടെ എല്ലാ സഹായങ്ങളും അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടത്. പാർലമെന്റിൽ ഉയർത്തും. അപ്പോൾ വഖഫ് ബില്ല് വന്നാൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് സഭയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇന്ത്യ അലയൻസ് പാർട്ട്നേഴ്സ് അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ കൊണ്ടുകൂടി ഈ പാർലമെൻറ്റ് സമ്മേളനം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും. കാരണം പാർലമെൻറ്റ് സെഷൻ ഇന്ന് ആരംഭിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിജിക്ക് ഏത് ദിവസം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ആഴ്ച തന്നെ പ്രിയങ്കാജിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുന്നു. എങ്ങനെയുണ്ട് ഈ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ്? എന്താ വിലയിരുത്തുന്നത്? പാലക്കാട് UDF മികച്ച വിജയം നേടിയിരിക്കുന്നത്. എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറമായി UDFിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. പാലക്കാട് ചരിത്ര ഭൂരിപക്ഷം നേടിയിരിക്കുന്നു, ചരിത്ര വിജയം നേടിയിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്രയും വലിയൊരു വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത്. എന്നാൽ ചേലക്കരയിലും ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടായി. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് അവിടെ മത്സരിച്ച ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് MP ആയ K രാധാകൃഷ്ണൻ 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. അവിടെയാണ് 3 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ 39,000 വോട്ടിന് വിജയിച്ച ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ അവർ കേവലം 12,000 വോട്ടിന് മാത്രമാണ് ജയിച്ചത്. അതിനർത്ഥം 39-ൽ നിന്ന് 12-ലേക്ക് LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം താണെങ്കിൽ അവിടെയും ചേലക്കരയിലും ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ UDFിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ, ഇനി അഥവാ LDF വിജയിക്കുകയാണെങ്കിൽ നേരിയ മാർജിനായിരിക്കും എന്നതായിരുന്നു നമ്മുടെ വിലയിരുത്തൽ. അത് UDFിൻ്റെ. പക്ഷേ ഒരു 12,000 ഭൂരിപക്ഷം എന്നതിലേക്ക് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് ശരിക്കും അവിടെ പാളിയത്?
അല്ല ഞങ്ങളെ കൊടിക്കുന്നിൽ എം പി പലപ്പോഴും തുറന്നു പറയുന്ന ആളാണ്. അതാ ചോദിക്കുന്നത്, എന്താണ് അവിടെ അല്ല ശരിക്കും പാളിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേലക്കര UDF-ന് അത്ര അനായാസമായി വിജയിക്കാവുന്ന ഒരു മണ്ഡലമല്ല. 28 വർഷമായി CPM തുടർച്ചയായി ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ 9 പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ CPM-ന് വ്യക്തമായ ആധിപത്യമുള്ള പഞ്ചായത്തുകളാണ്. ബാക്കി ഉള്ള 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF-ന് അവിടെ മുൻതൂക്കമുള്ളത്. 2 പഞ്ചായത്തുകളിൽ സമാസമം നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യമാണ് ചേലക്കരയുള്ളത്. അവിടെ ഞങ്ങൾ ശക്തമായി പൊരുതി ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പക്ഷേ ചേലക്കരയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായി LDF-ന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു പോരാട്ടത്തിലൂടെ ജയിച്ചു വരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതിൽ നിരാശപ്പെടുന്നില്ല. കാരണം 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി MLA ജയിച്ച രാധാകൃഷ്ണൻ്റെ ആ ഭൂരിപക്ഷത്തെ 12,000-ആയി കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കുറേ കൂടി ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങളുടെ സംഘടന പാർട്ടിക്ക് ചില ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ബൂത്ത് കമ്മിറ്റികൾ എടുത്തിരുന്നു, വോട്ടർ പട്ടിക പേര് ചേർത്തിരുന്നു, എല്ലാ കാര്യങ്ങളും ഒരു ഉപതെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾക്കറിയാം നിയോജകമണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം കണക്കാക്കി ഞങ്ങൾ വിജയിച്ചാൽ നേരിയ മാർജിന് വിജയിക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഞങ്ങൾക്ക് നിരാശയില്ല. 39,000-ൽ നിന്ന് 12,000-ലേക്ക് LDF-ന്റെ ഭൂരിപക്ഷം താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിയും. പലതരം വിമർശനങ്ങളുണ്ട്. തുറന്നു പറഞ്ഞാൽ ശരിയായ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ചയുണ്ടായി, സംഘടനാപരമായ പോരായ്മകളുണ്ടായി. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന നേതൃത്വം നൽകിയ ആളാണ്. രമ്യ ഹരിദാസ് ലോക്സഭയിൽ 5 വർഷം ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ്. അതുകൂടാതെ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാർജിൻ ഇല്ലാതെ പരാജയപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും സുപരിചിതയാണ്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ നിർത്തുന്നത് ആണ് നല്ലതെന്നുള്ള ഒരു പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി വന്നത്. പക്ഷേ സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ആധിപത്യമുള്ള CPM-ന് വ്യക്തമായി മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര. അവിടെയാണ് ഞങ്ങൾ പോരാടിയത്. ആ പോരാട്ടത്തിലാണ് LDF-ന്റെ അപ്രമാദിത്യം ഞങ്ങൾ കുറച്ചുകൊണ്ടിരാൻ കഴിഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എവിടുത്തെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാളിച്ച ഉണ്ടായെന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സ്ഥാനാർത്ഥിയെ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിച്ചത്. അത് ഹൈക്കമാൻഡ് അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ്. ആ ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു സ്ഥാനാർത്ഥി, പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി, എല്ലാവരുമായി ആശയവിനിമയം നടത്തി കണ്ടെത്തിയ സ്ഥാനാർത്ഥിയെ പിന്നെ ആ സ്ഥാനാർത്ഥി പോരായിരുന്നു എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ചില വിമർശനങ്ങൾ വന്നു. മറ്റൊന്ന്, ഈ സംഘടനാപരമായ എന്തെങ്കിലും വീഴ്ച അവിടെ ഉണ്ടായി? അങ്ങ് അവിടെ നേതൃത്വം നൽകിയ ആളാണല്ലോ, അവിടത്തുകാരനല്ല എങ്കിൽ കൂടി ചോദിക്കുകയാണ്, സംഘടനാപരമായി അല്ല, അത് ഇവിടെ മാത്രമല്ല, ചേലക്കരയിൽ മാത്രമല്ല, സംഘടനാപരമായ പ്രശ്നങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ. പക്ഷേ അത് ആ സംഘടനാപരമായ അത്തരം പ്രശ്നം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ലോക്സഭയിൽ 20-ൽ 18 ജയിച്ചല്ലോ. അത് ഇപ്പോൾ എല്ലായിടത്തും പാർട്ടി ശക്തമാണെന്ന് ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയില്ലല്ലോ. അത് LDF-നായിരുന്നാലും CPM-നായിരുന്നാലും BJP-ക്കായിരുന്നാലും ആർക്കും കഴിയില്ല. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ്സിന് തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞങ്ങൾക്ക് സംഘടനാപരമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം പാർട്ടി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചില മാറ്റങ്ങൾ വരുത്തി താൽക്കാലികമായി DCC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില മാറ്റങ്ങൾ പാർട്ടിക്കകത്ത് വരുത്തി. തൃശ്ശൂർ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് അവിടെ താൽക്കാലികമായി നിലവിലുള്ള DCC നേതൃത്വത്തെ മാറ്റി പുതിയ DCC പ്രസിഡന്റിന് താൽക്കാലികമായി ചാർജ് കൊടുത്തു. അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും സമരതീക്ഷ്ണമായൊരു പാർലമെൻറ്റ് കാലയളവാകും ഈ ശീതകാല സമ്മേളനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉറുക്കടവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടി.